ഹേ ഗായ്സ്, ദിസ് ഈസ് സോ ജാറീബ് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഏഞ്ചൽ മെസ്സേജസ് ആണ്. സോ നമ്മൾക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ തരാൻ ആഗ്രഹിക്കുന്നത് എന്നത്. കുറേ ദിവസമായി നമ്മൾ റീഡിംഗ് ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾക്ക് പോകാം. ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല. ഇന്ന് നമ്മൾക്ക് അല്ലാതെ തന്നെ എന്തൊക്കെയാണ് ഏഞ്ചൽ മെസ്സേജ്, നിങ്ങൾ ഈ ഒരു റീഡിംഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മെസ്സേജ് ഈ ഒരു റീഡിങ്ങിൽ ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, സോ ഫസ്റ്റിൽ തന്നെ ഏതൊക്കെ കാർഡ്സ് ആണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇവിടെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. നൈറ്റ് ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്, ഹെർമിറ്റ്, സൺ കാർഡ്, നൈറ്റ് ഓഫ് കപ്പ്, നൈറ്റ് ഓഫ് പെൻഡിക്കിൾ, മജീഷ്യൻ കാർഡ്, 8 ഓഫ് സോഡ്, ഏസ് ഓഫ് വാൺസ്, 6 ഓഫ് പെൻഡിക്കിൾ. ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് കപ്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ നൈറ്റ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്തെന്നറിയാത്തൊരു സ്റ്റക്നെസ്, മേ ബി മെൻ്റലി ഭയങ്കര ഡൗൺ ആവുന്നുണ്ടായിരിക്കാം. എന്നാൽ അതിനനുസരിച്ചുള്ളൊരു ഇഷ്യൂസോ കാര്യങ്ങളും ഒന്നും നടന്നിട്ടുണ്ടായിരിക്കണം എന്നില്ല. പെട്ടെന്ന് ഭയങ്കര ഒരു സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ടെൻഷൻ ആവുന്നൊരവസ്ഥയും കാര്യങ്ങളും ഒക്കെ അടുത്ത സമയത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് മേ ബി ഫുൾ മൂൺ ഡേ അനുബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ സ്പിരിച്വൽ വേയിലുള്ളവർക്കോ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നവർക്കോ ഫുൾ മൂൺ ഡേയുടെ ഒരു 2-3 ഡേയ്സ് മുൻപും അത് കഴിഞ്ഞതിന് ശേഷമൊക്കെ തന്നെ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്തെന്നറിയാത്തൊരു ടെൻഷനും കാര്യങ്ങളും ഒരു വിഷമവും, ഓക്കെ, ഭയങ്കര വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യപ്പെടുന്നു. ഫുൾ മൂൺ ഡേ ആയതുകൊണ്ടൊക്കെ അങ്ങനെ സംഭവിക്കാം കേട്ടോ. സോ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല പക്ഷേ പെട്ടെന്ന് ഡൗൺ ആകുന്നു, അത് എന്തുകൊണ്ടാണ്? അത് ഫുൾ മൂൺ ഡേ കാരണമായിരുന്നു. ഫുൾ മൂൺ ഡേ ആവുന്ന സമയത്ത് സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുകയാണെങ്കിലും യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പെട്ടെന്ന് വിഷമാവുന്ന അല്ലെങ്കിൽ സ്ട്രെസ്ഫുള്ളായിട്ട് മെൻ്റലി ഡൗൺ ആകുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട്. അത് എല്ലാം കൊണ്ടും ഒരു സ്റ്റക്നെസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്റ്റക്നെസ് വന്നിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കുന്നില്ല. അത് മുന്നോട്ടേക്ക് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി ആഫ്റ്റർ ഈ ഒരു റീഡിങ്ങിന് ശേഷം അത് മാറിക്കിട്ടും എന്നത് തന്നെ നമ്മൾക്ക് യൂണിവേഴ്സിൽ ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റീഡിങ്ങിന് ശേഷം തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും എന്നൊരു മെസ്സേജാണ് കാണിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു സ്റ്റക്നെസ് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്യണ്ട എന്നതാണ് ഫസ്റ്റ് മെസ്സേജ്. രണ്ടാമതായിട്ട് കിട്ടിയിട്ടുള്ളത് ഹെർമിറ്റാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും മുൻ ജന്മത്തെ റിലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നു എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. മേ ബി നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ഇഷ്യൂസോ, ക്യാഷ് വേ സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥ, ഫാമിലി ഇഷ്യൂസോ, ഹെൽത്ത് ഇഷ്യൂസോ, റിലേഷൻഷിപ്പ് മെയിൻലി എടുത്ത് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മുൻ ജന്മത്തെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ മേ ബി ഈ ഒരു ജന്മത്തിൽ കർമ്മ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നൊരു അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ മുൻ ജന്മത്തിൽ നിങ്ങൾക്ക് കിടന്നിട്ടുള്ള കർമ്മ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എത്ര സമയം എന്ന് ഞാൻ പറയുന്നില്ല. ചിലർക്കത് മാസങ്ങളായിരിക്കാം, ചിലർക്കത് പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന സമയത്ത് വർഷങ്ങൾ വരെ നിലനിൽക്കാം. ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, സോ അതിൽ വിഷമിക്കേണ്ട. അതൊരു സമയം വരെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നലൊന്നും വേണ്ട. യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് തന്നെയുണ്ട്. മുൻ ജന്മത്തെ റിലേറ്റ് ചെയ്തിട്ടാണ്. മേ ബി ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ഒരു പേഴ്സണോ കാര്യങ്ങളോ ഒക്കെ തന്നെ മുൻ ജന്മത്തിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരിക്കാനുള്ളൊരു ചാൻസ് ഇവിടെ കൂടുതലാണ്. ഓക്കെ, സോ
അടുത്തതായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് സൺ കാർഡാണ്. അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തരുന്നൊരു മെസ്സേജ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അടുത്ത സമയത്തായിട്ട് നടക്കാൻ പോകുന്നു, പോസിറ്റീവാണ്. മേ ബി അതൊരു ട്രാവൽ റിലേറ്റഡ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസി, ബേബി ഷവർ, ഒരു ബേബി ബോയ് ഉണ്ടാവാനുള്ളൊരു ചാൻസും കാണിക്കുന്നുണ്ട്. നിങ്ങൾ പേടിക്കാതിരിക്കുക, ഭയക്കാതിരിക്കുക എന്നൊരു മെസ്സേജാണ്. ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക എന്നൊരു മെസ്സേജ് കൂടിയാണ് ഇവിടെ കിട്ടുന്നത്. ആൻഡ് ഇവിടെ 8 ഓഫ് സോഡ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് 8 ഓഫ് സോഡ്സ് കാർഡ്സിൽ വരുന്നത്. സോ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നൊരു അവസ്ഥ. ഓക്കെ, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നൊരു പ്രശ്നം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു റേക്കി ഹീലിംഗ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ മാനിഫേസ്റ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, എത്രത്തോളം യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്ത് മാനിഫേസ്റ്റ് ചെയ്യുന്നുണ്ടോ, മേ ബി എഴുതിയിട്ടൊക്കെ മാനിഫേസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, വിഷ്വലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, കുറേ നാളായിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം അത് തീർച്ചയായിട്ടും നടക്കും എന്നതാണ്. അടുത്ത സമയത്തായിട്ട് തന്നെ അത് നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. കടൽ കടന്നൊരു യാത്രയൊക്കെ അടുത്ത സമയത്ത് പ്ലാൻ ചെയ്യുന്നവർക്ക് അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്നൊരവസ്ഥ കാണിക്കുന്നു. റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, മുൻ ജന്മവുമായി റിലേറ്റ് ചെയ്തിട്ട് കുറേ കാര്യങ്ങളുണ്ട്, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോ ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് പോസിബിൾ ആകുമെന്നൊരു മെസ്സേജും ഇവിടെ കാണിക്കുന്നു. നൈറ്റ് ഓഫ് കപ്പും നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും കിട്ടിയിട്ടുണ്ട്. അതായത് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്, കപ്പും വന്നിട്ടുണ്ട്. ക്യാഷ് വൈസും റിലേഷൻഷിപ്പിലും നിങ്ങൾക്കൊരു ഹാർമണി അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഒരു റിസൾട്ട് ഉണ്ടാകും. പക്ഷേ ഒരു സ്ലോ മൂവിങ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇതുവരെയും മാനിഫേസ്റ്റ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നത് തന്നെയാണ് യൂണിവേഴ്സ് ഒരു മെസ്സേജ് തരുന്നത്. ഓക്കെ, സോ ക്യാഷ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നല്ലൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. എത്രയൊക്കെ ഇഷ്യൂസോ നോ കോണ്ടാക്റ്റോ ആയിക്കോട്ടെ, ടോക്സിക് കണക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. മേ ബി മുൻ ജന്മത്തിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ചിലരുടെ കേസിലാണ്, എല്ലാവരുമല്ല. സോ ആ ഒരു കർമ്മയൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ജേർണി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്ന് നല്ലൊരു ഫാമിലി ലൈഫ്, എന്താണ് ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് പോസിബിൾ ആകുമെന്നതാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്പാണ്, കണ്ടില്ലേ? ഈ ഒരു കുതിരയുടെ മുകളിലായിട്ട് ഒരു രാജകുമാരൻ അല്ലെങ്കിൽ ഒരു രാജകുമാരി, ഇവിടെ ഒരു ജെൻഡർ ഇല്ല. ഈ ടാരോ കാർഡ് റീഡിങ്ങിൽ ജെൻഡർ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയില്ല. സോ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ സ്ലോ മൂവിങ് ആണ്, നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. കടൽ കടന്നൊരു യാത്ര, അല്ലെങ്കിൽ കുറച്ച് ട്രാവൽ ചെയ്ത് ഒരു പേഴ്സണെ മീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റിയും വന്നു ചേരും. അതിനും ഒരു സ്ലോ മൂവിങ് ആണ്. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക, നിങ്ങൾ മാക്സിമം അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു ലാഗ് വരാതെ തന്നെ. ആൻഡ് പിന്നെ കിട്ടിയിട്ടുള്ളത് മജീഷ്യൻ കാർഡാണ്. ഇനി എത്ര കാർഡ്സ് എടുത്താലും ഇത് തന്നെയായിരിക്കും റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം ജീവിതത്തിൽ വരാൻ പോകുന്നു. ട്രസ്റ്റ് ചെയ്തോളൂ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടക്കുമെന്നത് തന്നെയാണ് മജീഷ്യൻ കാർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മജീഷ്യനെ പോലെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഓക്കെ, സോ അതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രോമിസ് തരുന്നത്. നിങ്ങൾക്ക് സ്പെൽസോ അല്ലെങ്കിൽ സ്ട്രോങ്ലി ഫുൾ മൂൺ ഡേയിൽ മാനിഫേസ്റ്റ് ചെയ്യാം, എഴുതിയിട്ട് മാനിഫേസ്റ്റ് ചെയ്യാം. ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, എന്തൊക്കെ വഴികളുണ്ട്. സോ നിങ്ങളുടെ ആഗ്രഹം അത് ഓരോരുത്തർക്കും അറിയാം, എന്താണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് ജീവിതത്തിൽ വേണ്ടത് എന്നതല്ലേ. സോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനിയും സമയമുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറന്ന് പാസ്റ്റാണ്. സോ പലർക്കും പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അതിലൊന്നും നിങ്ങൾ വിഷമിച്ച് നിൽക്കേണ്ടതായിട്ടില്ല. മുന്നോട്ടേക്കും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഒരു മജീഷ്യനെ പോലെ നിങ്ങൾക്കത് കിട്ടുമെന്നതാണ് യൂണിവേഴ്സ് പ്രോമിസ് ചെയ്യുന്നത്. 8 ഓഫ് സോഡ്സ് ആണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. ഓവർ തിങ്ക് ചെയ്യുന്നത് മാറ്റണം. ഓക്കെ, റിലേഷൻഷിപ്പിൽ മേ ബി നിങ്ങളായിരിക്കില്ല, നിങ്ങളുടെ വ്യക്തിയായിരിക്കാം ഓവർ തിങ്ക് ചെയ്യുന്നത്. അങ്ങനെയും ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോഴും റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് ഇവിടെ കുറവാണ്. റിലേഷൻഷിപ്പിനെ പറ്റി പറയുമ്പോൾ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്ടമുണ്ട്. 8 ഓഫ് സോഡ്സുമാണ്, 8 നമ്പറുമാണ് വന്നിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും
ഒന്നിക്കില്ല എന്നൊരു ഉറപ്പിന്മേൽ അല്ലെങ്കിൽ എന്തുകൊണ്ടോ മനസ്സിൽ അങ്ങനെ ഒന്നിക്കില്ല എന്നൊരു തോന്നൽ വന്നിട്ട് സെപ്പറേറ്റ് ആയ ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം തന്നെയായിരിക്കാം ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അതെന്തുകൊണ്ട് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻ ജന്മവുമായി ഈ ഒരു പേഴ്സണും നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സിറ്റുവേഷൻ ചിലരുടെ കേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഒരു സ്പിരിച്വൽ ജേർണി കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു റീയൂണിയൻ റീകൺസിലേഷൻ നടക്കും. പറഞ്ഞു നിർത്തിയിട്ടുള്ള കണക്ഷൻ ആവാനും ലോങ് ഡിസ്റ്റൻസ് ആവാനും എന്തുകൊണ്ടോ ഇത് ഒന്നിക്കില്ല എന്നൊരു തോന്നലും എന്നാൽ വിട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയും ഇവിടെ കാണാൻ പറ്റുന്നു. ഏസ് ഓഫ് സോഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ തുടക്കം ഇടേണ്ടത് നിങ്ങളുടെ ലൈഫിനാണ്. ഓക്കെ, ബാക്കി നിങ്ങളുടെ ചുറ്റുമുള്ളവരെ എല്ലാം വിട്ടേക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിലേക്ക് ഫോക്കസ് ചെയ്യുക. നല്ലൊരു ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാവൽ ആയിക്കോട്ടെ, എന്തെങ്കിലും പുതിയതായിട്ട് ചെറിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, മെഡിറ്റേഷനോ കാര്യങ്ങളോ യോഗ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും പഠിക്കാനോ ഓക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കാം. സോ അത് സക്സസ്സിലേക്ക് എത്തും. ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു സമയമാണ്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളിലേക്കാണ്. നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുന്നു അതിനനുസരിച്ച് സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തും എന്നതാണ് ഇവിടെ ഒരു മെസ്സേജ്. അടുത്തതായിട്ട് 6 ഓഫ് പെൻഡിക്കിളാണ് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾ ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ യൂണിവേഴ്സ് എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നത് തന്നെ നമ്മൾക്കതിൽ പറയാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളിലേക്ക് ഒരു സന്തോഷം എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഹാപ്പി ആയിരിക്കണം. മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗ, പോസിറ്റീവായിട്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക, മാനിഫേസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നതാണ് ഒരു പോസിറ്റീവ് ആയിട്ട് മെസ്സേജ് കിട്ടുന്നത്. 6 ആണ്. ഞാൻ നേരത്തെയും റീഡിങ്സിൽ പറഞ്ഞിട്ടുണ്ട് 666666 ഏഞ്ചൽ നമ്പർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒന്നും കൂടി ഫോക്കസ് ചെയ്യണം എന്നതാണ് ആ ഒരു കാർഡിനെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു സഹായം കിട്ടും. ഇപ്പോൾ ക്യാഷ് ആയിക്കോട്ടെ, എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നും നിങ്ങൾ രക്ഷപ്പെടും. ഒരു ഹെൽപ്പ് കിട്ടും, ഒരു സഹായം കിട്ടും എന്നത് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് 10 ഓഫ് കപ്സ് ആണ്. ഞാൻ പറയേണ്ടതായിട്ടില്ല. കുറച്ചെങ്കിലും ടാരോ കാർഡ് റീഡിംഗ് കാണുന്നവരാണെങ്കിൽ ഈ ഒരു 2 കാർഡും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഭയങ്കര എക്സ്ട്രീം ലെവലിലെ ഒരു ഹാപ്പിനെസ്, സന്തോഷം, കപ്സാണ് കിട്ടിയിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും മനസ്സിന് സന്തോഷവും സമാധാനവുമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് തന്നെയായിരുന്നു. നിങ്ങളൊന്ന് മാറാൻ തയ്യാറായാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ചൊരു സ്ലോ മൂവിങ് ഉണ്ട് പല കാര്യത്തിനും. എന്നാലും നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്ത് മാനിഫേസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് ഒരു റിസൾട്ട് കിട്ടും. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയം, ട്രാവൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൈമാണ്. ജോലിയിലൊക്കെ ഒരു മാറ്റമോ ഒരു ഉയർച്ചയോ ഒരു പ്രൊമോഷനൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഒരു ബേബി ഷവർ, അതേപോലെ തന്നെ ഞാൻ ഫുൾ മൂൺ ഡേയുടെ കാര്യവും മുൻ ജന്മത്തെ കാര്യങ്ങളും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ബോട്ടം ഓഫ് ദി ഡെക്ക് 10 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു റീഡിങ് ട്രസ്റ്റ് ചെയ്യാം. അത്രത്തോളം പോസിറ്റീവായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിയും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.